ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ചെമ്മീൻ കൊണ്ടുള്ളൊരു വിഭവം റെഡിയാക്കാം. ദഹി പ്രോൺസ് എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല. എൻ്റെയും ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചെമ്മീൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, പച്ചമുളക്, മല്ലി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓഫാക്കാൻ മറന്നു പോയിട്ടാണ് അത്രയും ഭാഗം ബ്ലാങ്ക് ആയി പോയത്. ഞാൻ കുറച്ച് നേരം തിരിച്ച് വെച്ച്. ഞാൻ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് പറ്റിപ്പോയതാണ്. നമ്മൾ എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം കടുകിടുക. കടുകെല്ലാം പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. നല്ല രീതിക്ക് വഴണ്ട് ആ കളറൊക്കെ ഒന്ന് കുറച്ച് മാറി, സത്യം പറഞ്ഞാൽ ഇതിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ പാകമാവണം. നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതൊന്ന് പച്ചമണമൊക്കെ മാറുന്ന ടൈം കൊണ്ട് ആ തക്കാളി അരിഞ്ഞതും ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമണം എല്ലാം പോയി നന്നായിട്ടൊരു ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന രീതി വരെ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. എനിക്ക് കുറച്ച് ടൈം കുറവായതുകൊണ്ട് ഞാൻ അത്ര വരെ ആക്കിയില്ല. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലി, മുളക് പൊടി ഇത് രണ്ടും ചേർക്കണം. അത് രണ്ടും ചേർത്ത് നന്നായിട്ട് പച്ചമുളക് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണമൊക്കെ മാറുമല്ലോ, നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറി നന്നായിട്ടൊരു നല്ല മണമൊക്കെ വന്ന് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോൺസ് വേവിച്ചത് അതിലേക്ക് ആ വെള്ളത്തോടു കൂടി അങ്ങ് മിക്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോൺസ് വേവിച്ചെടുക്കണമെന്നില്ല. ഈ ടൈമിൽ പച്ചയ്ക്ക് പ്രോൺസ് ഇട്ടാലും മതി. കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് ഈ ടൈമിൽ പച്ചയ്ക്ക് ഇട്ടിട്ട് കുറച്ച് അധികം ടൈം വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുത്താലും മതി. പക്ഷെ ഞാനിത് കുറച്ചും കൂടെ ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ക്ലീനാക്കിയ ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് പ്രോൺസ് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ നന്നായിട്ട് പ്രോൺസൊക്കെ ഒന്ന് മിക്സായി ഒന്നുകൂടെ ഒന്ന് കിടന്ന് ആ ഒരു അരപ്പൊക്കെ ഒന്ന് പിടിക്കണം. വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അരപ്പൊക്കെ പിടിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും. വേവിക്കാതെ ഇടുവാണെങ്കിൽ ആ ഒരു കൊഞ്ചിനകത്തുനിന്ന് ചെമ്മീനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് നല്ല പാകമായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിന്ന് ദഹി പ്രോൺസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ടബ്ബാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്നും നമ്മുടെ ആവശ്യത്തിന് നമുക്കൊരു ചാറിന് ആവശ്യമായിട്ടുള്ള ഒരുപാടങ്ങ് വെള്ളം പോലെ കറി പോലെ ആവണ്ട, കുറച്ച് ക്വാണ്ടിറ്റി തൈര് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് ആ ഒരു കട്ടയൊക്കെ ഉടയുന്നിടം വരെ. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെള്ളമായിട്ട് ലൂസായിട്ട് പോകും. അതുകൊണ്ടൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പാകമാക്കി എടുത്തിട്ട് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് തിളച്ച് ആ ഒരു ചാറൊക്കെ ഒരു പരുവാകുന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ തൈരിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ അറിയാം, ചിലപ്പം കുറച്ചുകൂടെയൊക്കെ വേണ്ടി വരും. നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിയേക്കാളും കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റി വേണ്ടി വരും. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ പോലും ഒരു കട്ടയൊന്നും ഇല്ലാതെ വേണം വരാൻ. തീരെ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമുക്കത് കിട്ടാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മസാലപ്പൊടി കുറച്ച് ഗരം മസാല ഹോം മെയ്ഡാണ്. നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം. എന്നാലേ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള തൈരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു തൈരിൻ്റെ ആ ഒരു എല്ലാ മസാലകളും കൂടെ പരസ്പരം നന്നായിട്ട് മിക്സ് ആവുന്ന ആ ഒരു ഇതുപോലെ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചേർക്കേണ്ടതാണ്. കാരണം തൈരും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എത്ര ഉപ്പുണ്ടെങ്കിലും കുറച്ച് ഉപ്പിൻ്റെ ആ ഒരു ഇതങ്ങ് മാറും. എന്നിട്ട് നമ്മൾ കുറച്ച് ക്രീം, നമ്മൾ അമുലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ കുറച്ച് ക്രീം
കൂടെ ചേർക്കുക. കാരണം ആ ഒരു പുളി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അതൊരു ടേസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീമും കൂടെ ചേർക്കുന്നത്. കംപ്ലീറ്റ്ലി തൈര് മാത്രമുള്ളതിനേക്കാളും ടേസ്റ്റാണ് കുറച്ച് ക്രീമും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ. ക്രീമും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരവും കൂടെ നമ്മൾ അടച്ച് വെച്ച് ആ ചാറൊന്ന് നന്നായിട്ട് പറ്റി വരണം. നമുക്കധികം ചാറൊന്നും വേണ്ട. ഇതൊരു റോസ്റ്റിൻ്റെ പരുവത്തിലാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാറെല്ലാം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഇടയ്ക്കൊന്ന് തുറന്നിളക്കുക. അങ്ങനെ നമ്മുടെ ദഹി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.